കൊന്ത നമസ്കാരം മറിയത്തിൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് തുടങ്ങുന്നു. അതുകൊണ്ട് തന്നെ അത് അതിവിശിഷ്ടമായ രീതിയിൽ ധ്യാനാത്മക പ്രാർത്ഥനയാണ്. പോപ്പ് പോൾ ആറാമൻ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ അതിന് ഈ ധ്യാനാത്മമാനം ഇല്ലാതിരുന്നാൽ അത് അർത്ഥശൂന്യമാകും. ധ്യാനരഹിതമായാൽ കൊന്ത നമസ്കാരം ആത്മാവില്ലാത്ത ശരീരമാണ്. അങ്ങനെയായാൽ അതിൻ്റെ ഉരുവിടലിന് ഒരു അപകട സാധ്യതയുണ്ട്. അത് ഫോർമുലകളുടെ യാന്ത്രികമായ ഒരു ആവർത്തനം മാത്രമായി തീരുമെന്നതാണ് ആ അപകട സാധ്യത. അതാകട്ടെ ക്രിസ്തുവിൻ്റെ മുന്നറിയിപ്പിനെ ലംഘിക്കുന്ന ഒന്നാണ്. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. മത്തായി 6:7 കൊന്ത നമസ്കാരം പ്രകൃത്യാ ശാന്തമായ ഒരു താളവും നിർത്തലും ആവശ്യപ്പെടുന്നു. കർത്താവിനോട് ഏറ്റവും അടുത്ത മറിയത്തിൻ്റെ കണ്ണുകളിലൂടെ കർത്താവിൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങളെപ്പറ്റി ധ്യാനിക്കാൻ ഓരോ വ്യക്തിയെയും സഹായിക്കുന്നതാണവ. ഇങ്ങനെ ഈ രഹസ്യങ്ങളുടെ അളവറ്റ സമ്പന്നത വെളിവാക്കപ്പെടുന്നു. മറിയത്തിൻ്റെ ധ്യാനം സർവോപരി ഒരു ഓർമ്മിക്കലാണ്. സ്മരണ എന്ന വാക്ക് ബൈബിളിലെ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. രക്ഷാചരിത്രത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തികളെ സന്നിഹിതമാക്കുക എന്നതാണ് ആ അർത്ഥം. ക്രിസ്തുവിൻ്റെ പൂർണ്ണതയിലെത്തുന്ന രക്ഷാകര സംഭവങ്ങളുടെ ഒരു വിവരണമാണ് ബൈബിൾ. ഈ സംഭവങ്ങൾ ഇന്നലെയുടേതു മാത്രമല്ല, രക്ഷയുടെ ഇന്നിൻ്റെയും ഭാഗമാണവ. ഈ സന്നിഹിതമാക്കൽ സർവോപരി ആരാധനാക്രമത്തിൽ സംഭവിക്കുന്നു. ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയത് ആ സംഭവങ്ങളെ നേരിട്ട് കണ്ട സാക്ഷികളെ മാത്രം സംബന്ധിച്ചിട്ടുള്ളതല്ല. അത് എല്ലാ യുഗത്തിലെയും ജനങ്ങളെ അതിൻ്റെ ദാനമായ വരപ്രസാദത്തോടെ സ്പർശിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പരിധിവരെ ആ സംഭവങ്ങളോടുള്ള ഭക്തിപരമായ മറ്റു സകല സമീപനങ്ങളെ സംബന്ധിച്ചും ഇത് യഥാർത്ഥമാണ്. അവയെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചൈതന്യത്തിൽ ഓർക്കുക എന്നത് കൃപാവരത്തിലേക്ക് സ്വയം തുറക്കുകയെന്നതാണ്. ക്രിസ്തു തൻ്റെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും രഹസ്യങ്ങൾ വഴി നമുക്കായി നേടിയതാണ് ആ കൃപാവരം. തൽഫലമായി ക്രിസ്തുവിൻ്റെ പൗരോഹിത്യധർമ്മത്തിൻ്റെ അനുഷ്ഠാനവും പൊതു ആരാധനയുടെ പ്രവൃത്തിയും എന്ന നിലയിലുള്ള ആരാധനക്രമം രണ്ടാം വത്തിക്കാൻ കൗൺസിലിനോടൊപ്പം സഭയുടെ പ്രവർത്തനത്തിൻ്റെ ലക്ഷ്യമായ പരമകോടിയും അതിൻ്റെ സർവ്വശക്തികളും പ്രവഹിക്കുന്ന ഉറവയുമായി കരുതപ്പെടണമെന്ന് ഉറപ്പിച്ചു പറയണം. അതോടൊപ്പം ആധ്യാത്മിക ജീവിതം ആരാധനാക്രമത്തിൽ പങ്കുകൊള്ളുന്നത് മാത്രമായി പരിമിതപ്പെടുത്താൻ പാടില്ലെന്ന് ഓർമ്മിക്കുന്നതും അത്യാവശ്യമാണ്. ക്രിസ്ത്യാനികൾ പൊതുവായി പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ രഹസ്യത്തിൽ പിതാവിനോട് പ്രാർത്ഥിക്കാൻ അവർ തങ്ങളുടെ മുറികളിലേക്ക് പോകേണ്ടതുമാണ്. യഥാർത്ഥത്തിൽ അപ്പസ്തോലൻ്റെ പ്രബോധനമനുസരിച്ച് അവർ നിർത്താതെ പ്രാർത്ഥിക്കേണ്ടതാണ്. കൊന്ത നമസ്കാരം അതിൻ്റെ സവിശേഷമായ രീതിയിൽ നിർത്തലില്ലാത്ത പ്രാർത്ഥനയുടെ വൈവിധ്യമാർന്ന ഈ വിശാല ദൃശ്യത്തിൻ്റെ ഭാഗമാണ്. ആരാധനാക്രമം ക്രിസ്തുവിൻ്റെയും സഭയുടെയും പ്രവൃത്തി എന്ന നിലയിൽ അത്യുത്കൃഷ്ടമായ ഒരു രക്ഷാകര പ്രവൃത്തിയാണെങ്കിൽ, ക്രിസ്തുവിനെ പറ്റി മറിയത്തോടൊത്ത് നടത്തുന്ന ധ്യാനം എന്ന നിലയിൽ കൊന്ത നമസ്കാരവും രക്ഷാകരമായ ധ്യാനമാണ്. രക്ഷകൻ്റെ ജീവിതത്തിലെ രഹസ്യങ്ങളിൽ നമ്മെ നിമഗ്നരാക്കിക്കൊണ്ട് കൊന്ത നമസ്കാരം ഒരു വസ്തുത ഉറപ്പുവരുത്തുന്നു. അവിടുന്ന് ചെയ്തതും ആരാധനാക്രമം സന്നിഹിതമാക്കുന്നതുമായ കാര്യങ്ങൾ ആഴത്തിൽ ആഗിരണം ചെയ്യുകയും നമ്മുടെ അസ്തിത്വത്തെ അവ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു എന്നതാണ് ആ വസ്തുത.